നമ്മുടെ ഇത്തവണത്തെ യാത്ര ലോകത്തിലെ തന്നെ അതിമനോഹരമായ രാജ്യങ്ങളിലൊന്നായ തുർക്കിയിലേക്കാണ്. തുർക്കിയിലെ 4 നഗരങ്ങളാണ് നമ്മൾ ഈ യാത്രയിലൂടെ കാണാൻ പോകുന്നത്. 1 ഇസ്താൻബുളാണ്, 2 തുർക്കിയുടെ ക്യാപിറ്റലായ അങ്കാര, 3 അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നായ കപ്പഡോക്യയാണ്, ഹോട്ട് എയർ ബലൂൺ അങ്ങനെയുള്ള സവിശേഷതകളെല്ലാം ഉള്ള കപ്പഡോക്യയാണ്. അവസാനമായി അന്റാലിയ എന്ന് പറയുന്ന കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു സിറ്റി കൂടെയുണ്ട്. അങ്ങനെ ഈ 4 സ്ഥലങ്ങളാണ് നമ്മൾ ഈ യാത്രയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റ് പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇസ്താൻബുൾ എയർപോർട്ടിലേക്കാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20,000-21,000 രൂപയൊക്കെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. തുർക്കി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത് വിസയാണ്. വിസ എടുക്കുന്നതിന് കുറേ അധികം പ്രൊസീജിയറുകളുണ്ട്. വിസ പ്രൊവൈഡ് ചെയ്യുന്നത് തുർക്കി എംബസി മുഖേനയാണ്. VFSൻ്റെ ചാനൽ ത്രൂ ആണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മയിൽ വേണം, മിനിമം ഒരു 15 ദിവസം മുന്നെയെങ്കിലും വിസ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. 10 വർക്കിംഗ് ഡേക്ക് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ VIP വിസയാണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നോർമൽ ചാർജിനേക്കാളും ഏകദേശം ഒരു 6,000 രൂപയോളം കൂടുതലാണ്. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് വിസയ്ക്ക് മാത്രമായി 31,000 രൂപയോളം വന്നിട്ടുണ്ട്. അതിനകത്ത് ഏജൻസിയുടെ കമ്മീഷനുണ്ട്. ഏജൻസി കുറേയധികം സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിന് കുവൈറ്റിലാണ് കണക്ഷൻ ഉള്ളത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി കുവൈറ്റിലെ നിർത്തി ഫ്ലൈറ്റ് മാറി കയറിയതിന് ശേഷമാണ് ഇസ്താൻബുളിലേക്ക് പോകുന്നത്. അങ്ങനെ വിമാനം ഇസ്താൻബുളിൻ്റെ മുകളിലൂടെ പറന്നു തുടങ്ങി. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് മേളിൽ നിന്നൂടെ കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഈ യാത്ര യാതൊരു തരത്തിലുള്ള പാക്കേജുകളും എടുക്കാതെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന എക്സ്പീരിയൻസും വേറെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ അനുഭവങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വിമാനം ഇസ്താൻബുൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്.